ഹായ് ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സഹകാരി റേസ് പ്ലസിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള രണ്ടാമത്തെ സെഷനാണ്. അപ്പോൾ UGC അല്ലേ, UGC എന്ന് പറയുമ്പോഴത്തേക്കും എപ്പോഴും ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ഒരു യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് നിലയ്ക്ക് നിങ്ങൾക്ക് ഈ മേഖലയിലുള്ള അറിവ് കൃത്യമായിട്ട് രണ്ട് തലത്തിൽ പ്രയോജനപ്പെടും. ഒന്ന് പറയുമ്പോൾ നമ്മുടെ സർവീസ് നിങ്ങൾ ചെല്ലുമ്പോഴത്തേക്കും നിങ്ങൾ ഈ ആക്ട് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ആക്ട് ഈ ക്ലാസ്സിലെല്ലാം പഠിപ്പിക്കുന്നത് കേട്ടോ. ആക്ട് അടുത്ത ക്ലാസ്സിലാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാം യൂട്യൂബിൽ വന്നാലും ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് അടുത്ത ക്ലാസ്സും അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള നോട്ടും അതിൻ്റെ എക്സാമിനേഷനും ആക്ടിൻ്റെ ക്ലാസ് വേണമെങ്കിൽ കൃത്യമായിട്ട് മെൻറ്റർഷിപ്പ് ബാച്ചിൽ കയറുക. മെൻറ്റർഷിപ്പ് ബാച്ചിൽ കയറിയുള്ള കുഴപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ കരുതുന്നു. എന്താണ്, കറക്റ്റായിട്ട് പഠിച്ചോണം, എന്നാലേ കിട്ടുള്ളൂ. 9497424944 ഇതാണ് എൻ്റെ പേഴ്സണൽ നമ്പർ കേട്ടോ. ഈ പേഴ്സണൽ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി. നമുക്ക് ഡിഗ്രി മെയിൻസ് ബാച്ച് UGC യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് മാത്രമല്ല കേട്ടോ, നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് ബാച്ചിൻ്റെയും ക്ലാസ് ആവശ്യമാണ്. നിങ്ങളിതിൽ ഇതിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ് കിട്ടും. മെൻറ്റർഷിപ്പ് ബാച്ചിലോട്ട് കയറുമ്പോൾ ശ്രദ്ധിക്കുക, കറക്റ്റായിട്ട് ഡെയിലി എക്സാമിനേഷൻ എഴുതി പോകണം. അതേപോലെ ഒരാഴ്ച ആകുമ്പോൾ വീക്കിലി എക്സാമിനേഷൻ എഴുതി പോകണം. നമ്മുടെ സിസ്റ്റം ഫോളോ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം മെൻറ്റർഷിപ്പ് ബാച്ചിൽ കയറുക. ഇനി UGCയെ ബന്ധപ്പെടുത്തിയ കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു ക്ലാസ്സും കൂടി ഉണ്ടായിരിക്കും. അത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള UGCയുടെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അതും കൂടെ ചേർത്തിട്ടായിരിക്കും നമുക്ക് എന്ത് വരുന്നത്, ഒരു ക്ലാസ്സും കൂടെ വരും. അതും കൂടെ വരുമ്പോഴത്തേക്ക് UGC പക്കയാവും. നിങ്ങൾക്ക് മൊത്തം 4 പാർട്ട് UGCയുടെ പാർട്ട് നിങ്ങൾക്ക് ഇതെല്ലാം, അതായത് നമുക്ക് പ്രധാനമായിട്ട് സിലബസിൽ UGC എന്നും പറയുന്നുണ്ട്, പിന്നെ UGC ആക്റ്റും പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ 2 ഭാഗങ്ങൾ നന്നായിട്ട് പഠിച്ചെടുക്കുന്നതിലൂടെ 2 മാർക്ക് നമുക്ക് ഉറപ്പിച്ച് മുന്നോട്ട് പോകാൻ പറ്റും കേട്ടോ. മൊത്തം 4 ക്ലാസ്സുകളല്ലേ ഉള്ളൂ. ഈസി ആയിട്ട് 2 മാർക്ക് നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ ഈ നമ്പർ മറക്കേണ്ടത്, ഇത് പേഴ്സണൽ നമ്പറാണ്. ഇതിൽ ഡയറക്റ്റ് വിളിക്കാതിരിക്കുക, കാരണം ഒത്തിരി കോൾ വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഫോൺ സൈലൻ്റാക്കി വെച്ചേക്കാണ്. അപ്പോൾ നിങ്ങൾ കോൾ ഒഴിവാക്കിയിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. സന്തോഷം. നമുക്ക് നേരിട്ട് വരുന്ന ക്ലാസ് മീറ്റിങ്ങുകൾ കാണാം, പൊരിക്കാം. ഇത്തവണ നമ്മൾ നേടിയിരിക്കും. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് നമ്മൾ നേടിയിരിക്കും. നമ്മൾ ഡിഗ്രി ലെവൽ ഇപ്പോൾ ക്രാക്ക് ചെയ്തിരിക്കും, ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ ഉറപ്പിച്ച് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട. ഇവിടുത്തെ എക്സാമിനേഷൻ സ്ട്രാറ്റജി കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മാത്രം മതി. മെൻറ്റേഴ്സ് പറയുന്ന കാര്യം കൃത്യമായി അനുസരിച്ചാൽ മാത്രം മതി. ഇപ്പോൾ പൊരിക്കാൻ തകർക്കാം. പോകാം നമ്മൾ ക്ലാസ്സിലേക്ക്. ഫസ്റ്റ് നമ്മളെപ്പോഴും PYQ ആണ് കിടക്കുന്നത് അല്ലേ. PYQ മുന്നേ ഇത്തവണ നമ്മളൊരു കോർട്ടിലേക്കാണ് പോകുന്നത്. ഇത് ആര് പറഞ്ഞ കോർട്ടാണ്? ബഹുമാനപ്പെട്ട സുപ്രീം കോടതി 2026 പറഞ്ഞ കോർട്ടാണ്. രോഹിത് വെമുല, അതുപോലെ ഡോക്ടർ തഡ്വി നിങ്ങൾ മറന്നു കാണാൻ സാധ്യതയില്ല അല്ലേ. ജാതീയ അധിക്ഷേപവുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മുടെ ക്യാമ്പസുകളിൽ പൊരിഞ്ഞ 2 ജീവനുകളാണ് രോഹിത് വെമുല ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ആ സമയത്ത് ഉണ്ടായതാണ്. അപ്പോൾ ഇവരുടെ അമ്മമാരൊരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അഗെയിൻസ്റ്റ് യൂണിയൻ ഓഫ് ഇന്ത്യ. അപ്പോൾ നമ്മുടെ ക്യാമ്പസുകളിൽ ജാതീയമായിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ തടയണമെന്ന്, അതിനുവേണ്ടി കൃത്യമായിട്ടുള്ള റെഗുലേഷൻസ് കൊണ്ടുവരണമെന്നായിരുന്നു അവരുടെ ആവശ്യം. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2026 യൂണിവേഴ്സിറ്റി പുതിയ റെഗുലേഷൻസ് കൊണ്ടുവന്നു. ആർക്ക്? OBC-കാർക്കും അതുപോലെ മറ്റ് ഇതര ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിക്കാർക്കും SC/ST-കാർക്ക് വളരെ വലിയ പിന്തുണ കൊടുക്കുന്ന തരത്തിലുള്ള റെഗുലേഷൻ. അപ്പോൾ ഈ റെഗുലേഷനെതിരെ ഒരു അജിറ്റേഷൻ ഉണ്ടായി എന്നുള്ളതാണ്. നമ്മുടെ ഒരു എന്താ പറയുക, പണ്ട് സവർണ സമരമൊക്കെ ഉണ്ടായിട്ടില്ല, എന്താണ് നമ്മുടെ വിമോചന സമരം, അതിന് സമാനമായിട്ടുള്ള ഒരു സമരം എന്ന് വേണമെങ്കിൽ പറയാം. അവർ ഉയർത്തിക്കാട്ടിയ ഒരു കാര്യം വളരെ വ്യക്തമായിരുന്നു. എന്താണ്? ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്ന ആ ഒരു നമ്മുടെ മൗലിക അവകാശത്തിന് ലംഘനമാണ് ഇത്തരത്തിലുള്ള ഒരു റെഗുലേഷൻ എന്നാണ് അവർ ബാധിച്ചതെന്നാണ്. അപ്പോൾ അത് നിലനിന്നു കേട്ടോ ആക്ച്വലി. കാരണം എന്താണ്, നമുക്കിപ്പോൾ ഒരുപക്ഷെ ഒരു സീനിയർ ആയിട്ടുള്ള ഒരു ആൾ, ആ സീനിയർ ആയിട്ടുള്ള ഒരാൾ താഴെ നമ്മുടെ ജൂനിയർ ആയിട്ടുള്ള ഒരാളിനെ, അയാൾ ഇൻ കേസ് കാസ്റ്റ് വരാൻ ഉയർന്ന ആളാണെന്നുണ്ടെങ്കിൽ അയാളെ അധിക്ഷേപിക്കുകയോ അയാളെ ചീത്ത വിളിക്കുകയോ ബഹളപ്പെടുകയോ ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ ആൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടും അല്ലേ. മനസ്സിലായില്ലേ? ആ സീനിയറിന് പ്രൊട്ടക്ഷൻ കിട്ടും. അത്തരത്തിൽ ഒരു ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്ന് നമ്മുടെ സുപ്രീം കോടതി വ്യക്തമാക്കി. എന്താണ് അതുകൊണ്ട് ആ ഒരു വിധി പ്രസ്താവത്തിലാണ് പറയുന്നത്, യൂണിറ്റി ഓഫ് ഇന്ത്യ മസ്റ്റ് ബി റിഫ്ലക്റ്റഡ് ഇൻ അവർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. അതുപോലെ ആർട്ടിക്കിൾ 142 നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല. എന്താണ്? ദ സുപ്രീം പവർ ഓഫ് സുപ്രീം കോർട്ട്. സുപ്രീം കോർട്ടിന് സൂപ്പർമാൻ്റെ പവർ കൊടുക്കുന്ന ഒരു ആർട്ടിക്കിളാണ് 142 എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്കും നമുക്ക് നീതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതി എടുക്കപ്പെടുന്ന ആ ഒരു ഇരുതല മൂർച്ചയുള്ള വാളാണ്. ആ വാൾ ഇവിടെ എടുക്കേണ്ടി വന്നു. എന്തിന്? ആ 2026 UGCയുടെ പുതിയ റെഗുലേഷൻസ് അസാധുവാക്കി അത് സ്റ്റേ ചെയ്തപ്പോഴത്തേക്കും 2012 പഴയ റെഗുലേഷൻസ് ഇൻവോക്ക് ചെയ്യേണ്ടി വന്നു. ആർക്ക്? സുപ്രീം കോടതിക്ക്. അതുകൊണ്ട് തന്നെ ഇത്രയും കാര്യങ്ങൾ വളരെയധികം സുവ്യക്തമാണ്. നിങ്ങളൊന്ന് ഒരു കറണ്ട് അഫയറാണ് പഠിച്ചു വെച്ചോളൂ കേട്ടോ. അപ്പോൾ അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ 142 എന്താണ് എന്ന് നിങ്ങൾ താഴെ നിങ്ങൾ അറിവ് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ പൊളിറ്റിയൊക്കെ അടിപൊളി പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. ആർട്ടിക്കിൾ 142 അതിൻ്റെ പ്രത്യേകതകൾ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ PYQസിലേക്ക് കിടക്കാം. നമുക്കിത് കൂടുതലും PYQs വരുന്നത് നമ്മുടെ നെറ്റ് എക്സാമിനേഷൻ്റെ PYQs ആണ്. According to the UGC regulations 2018, for the prevention of plagiarism,
വിച്ച് ഓഫ് ദ ഫോളോയിങ് സിമിലാരിറ്റി ഇൻഡിസസ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് ലെവൽ 3 പ്ലാഗിയാരിസം. പ്ലാഗിയാരിസം എന്ന് പറഞ്ഞാൽ കോപ്പിയടിയാണ്. നമുക്കറിയാം പ്രബന്ധങ്ങൾ കോപ്പി അടിക്കാറുണ്ടല്ലേ, പണ്ടൊക്കെ ആൾക്കാർ ഇഷ്ടംപോലെ പ്രബന്ധങ്ങൾ കോപ്പി അടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കോപ്പിയടി തടയാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് കൊണ്ടുവരുന്ന നമ്മുടെ UGCയുടെ പുതിയൊരു സ്കീമുകളാണ് എന്താണ്, നമ്മുടെ ശോധ ശുദ്ധി എന്ന് പറയുന്ന ഒരു സ്കീം. ശോധ ശുദ്ധി ഒരു സ്കീമാണ് കേട്ടോ, സ്കീമാണ്. ഈ സ്കീം എന്ന് പറയുമ്പോൾ എന്തിനാണ് ഈ ശോധ ശുദ്ധി മനസ്സിലാക്കി വെച്ചേക്കണം. ശോധ ശുദ്ധി കേട്ടോ. ശോധ ശുദ്ധി എന്നുള്ള സ്കീം കൊണ്ടുവന്നതിനാണ് ഗവേഷണ പ്രബന്ധങ്ങളിലെ കോപ്പിയടി തടയാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു സ്കീമാണ്. ആദ്യകാലത്ത് ഉർക്കുണ്ട്, അതുപോലെ ഒറിജിനൽ അങ്ങനെയൊക്കെയുള്ള സോഫ്റ്റ്വെയറുകളാണ് ഈ ശോധശുദ്ധി വഴി നമ്മുടെ യൂണിവേഴ്സിറ്റികൾ കൊടുത്തിരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പ്രബന്ധം സമർപ്പിക്കുകയാണ്. അപ്പോഴത്തെ ഞാൻ ആരെങ്കിലും ചെയ്ത വർക്ക് ഞാൻ കോപ്പി അടിച്ചു അതുപോലെ കൊടുത്താൽ പിടിക്കണം അല്ലേ, അതിൻ്റെ സിമിലാരിറ്റി ഇൻഡെക്സ് വെച്ച് തന്നെ പിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ശോധശുദ്ധി. അതിനകത്ത് ആദ്യകാലത്ത് ഉർക്കുണ്ട്, പിന്നെ അതിനുശേഷം നമുക്ക് ഒറിജിനൽ എന്നാണ്ട് പേര് കേട്ടോ. അപ്പോൾ ഒക്ടോബർ 1, 2023 മുതൽ കേട്ടോ, ശ്രദ്ധിക്കണം, ഒക്ടോബർ 2023 മുതൽ നമ്മളിപ്പോൾ ഡ്രിൽ ബിറ്റ് എക്സ്ട്രീം എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഡ്രിൽ ബിറ്റ് എക്സ്ട്രീം കേട്ടോ. ഇപ്പോൾ എന്തിനാണ് ഈ പറഞ്ഞ പ്രോഗ്രാം ശോധശുദ്ധിയാണ് അതിനകത്ത് ഇപ്പോൾ ഉപയോഗിക്കുന്ന പ്രോഗ്രാം ശോധശുദ്ധി ആരുടെ, UGCയുടെ. അതിനകത്ത് ഇപ്പോൾ നമുക്ക് പ്ലാഗിരിസം ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഡ്രിൽ ബിറ്റ് എക്സ്ട്രീം ആണ്. ഓക്കെ, അത് ഡേറ്റ് കൂടെ ഓർത്ത് വെച്ചേക്കുക, ഒക്ടോബർ 2023. അപ്പോൾ നമുക്ക് എന്താണ് ഈ പ്ലാഗറിസം എന്ന് നോക്കാം, പ്ലാഗറിസിൻ്റെ ലെവൽസ് നോക്കാം. അപ്പോൾ പ്ലാഗറിസം ലെവലുകൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പറഞ്ഞ സോഫ്റ്റ്വെയറുകളിലൂടെ നമ്മളെ പ്രബന്ധം കടത്തിവിട്ടിട്ടാണ്. അപ്പോൾ നമുക്ക് ശോധശുദ്ധി പഠിച്ചു. ശോധഗംഗ എന്ന് പറയുന്ന സംഭവമുണ്ട്. ശോധഗംഗ എന്താ? ശോധഗംഗ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ നിലവിലുള്ള ഇന്ത്യക്കകത്തുള്ള അല്ലെങ്കിൽ പ്രബന്ധങ്ങളുടെ ഒരു വലിയ സങ്കരം, ഒരു ലൈബ്രറിയാണ് ശോധഗംഗ എന്ന് പറഞ്ഞത്. അപ്പോൾ ശോധഗംഗയിൽ തന്നെ ആ കൂടി എല്ലാ എഴുതപ്പെട്ട പ്രബന്ധങ്ങളെല്ലാം ഉണ്ടല്ലേ. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു പരിശോധനയാണ് ഈ ഡ്രിൽ ബിറ്റ് പറഞ്ഞ സോഫ്റ്റ്വെയർ നടത്തുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് എന്തായാലും കുറേ സിമിലാരിറ്റീസ് വരല്ലേ. ഒരിക്കലും നമുക്കൊരു പുതിയ സാധനം അങ്ങനെ അങ്ങ് ഉണ്ടാക്കാൻ പറ്റില്ല, കുറേ സിമിലാരിറ്റീസ് വരും. അതൊക്കെ നമുക്കൊരു പരിധി വരെ നമുക്ക് ചെയ്യാം. അപ്പോൾ എന്തൊക്കെയാണ് സിമിലാരിറ്റീസ് നോക്കാം. 0 മുതൽ 10% വരെ സിമിലാരിറ്റി കുഴപ്പമില്ല. അതേസമയം 10 മുതൽ 40 വരെയുള്ള സിമിലാരിറ്റി ലെവൽ 1 എന്ന് നമ്മൾ കണക്കാക്കപ്പെടും. ലെവൽ 1 10% മുതൽ 40% വരെ സിമിലാരിറ്റി. അപ്പോൾ ചോദിക്കും, നമുക്ക് ഒരു വക പോലും കോപ്പി ചെയ്യാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതായത് നമുക്ക് ഈ ആദ്യത്തെ ചില കോട്ടുകളൊക്കെ, ചില ആൾക്കാർ പറഞ്ഞ കോട്ടുകളൊക്കെ നമ്മളും പറയും, വേറെ ആൾക്കാരും പറയും. അതിനൊക്കെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള നമ്മളെ പ്യുവർ കണ്ടന്റിൽ മാത്രമേ ഈ സംഭവം ആപ്ലിക്കബിൾ ആവുന്നുള്ളൂ കേട്ടോ, ശ്രദ്ധിക്കുക. അപ്പോൾ 10 മുതൽ 40 ആകുമ്പോൾ ലെവൽ 1, ലെവൽ 1. 40 മുതൽ 60 വരെ ലെവൽ 2. അപ്പോൾ ഈ ലെവൽ 1 കോപ്പി പിടിച്ചു കഴിഞ്ഞാലോ എന്താ ചെയ്യുക? ലെവൽ 1 കോപ്പി പിടിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഒന്നും കൂടെ അയാളുടെ പ്രബന്ധം റീസബ്മിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കും. ഓക്കെയാണ്. ഇനി ലെവൽ 2 കോപ്പിയിൽ പിടിച്ചു കഴിഞ്ഞാലോ ഇയാളുടെ പ്രബന്ധം സമർപ്പിക്കാൻ വേണ്ടി അയാൾ 6 മാസം വിലക്കും, 6 മന്ത് വിലക്കും കേട്ടോ. 6 മാസം കഴിഞ്ഞ് പിന്നെ അയാൾക്ക് പ്രബന്ധം കൊടുക്കാൻ പറ്റത്തുള്ളൂ, അപ്പോൾ സമർപ്പിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ലെവൽ 3 മുകളിൽ എബോവ് 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എബോവ് 60% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എന്താണ്, ലെവൽ 3 പ്ലാഗറിസം ആണ്, അവൻ്റെ അന്ത്യമാണ്. ലെവൽ 60 അതായത് 60% കൂടുതൽ നമുക്ക് കോപ്പി ആണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അവനെ പിന്നെ പ്രബന്ധം സമർപ്പിക്കുന്നതെന്നും അല്ലെങ്കിൽ ഡോക്ടറേറ്റ് ഒന്നും വിലക്കും കേട്ടോ. അവൻ്റെ എൻഡാണ് കേട്ടോ, മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ലെവൽ 3 പ്ലാഗറിസം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ 60% മുകളിലോട്ട് എന്ത് കൊടുത്താലും അത് ശരിയാണ്. 63 73 ഒക്കെ കൊടുത്താൽ അത് ശരിയാണ്. ലെവൽ 3 പ്ലാഗറിസത്തിന് മുകളിൽ വരും. VC നെറ്റിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോക്കാം. അതുപോലെ വിച്ച് ഓഫ് ദ ഫോളോയിങ് റെഗുലേറ്ററി കൗൺസിൽസ് വാസ് ഫോർമലി ഡിസ്അബാൻഡൻഡ് ഇൻ 2013 വിത്ത് ഇറ്റ്സ് റെഗുലേറ്ററി ഫംഗ്ഷൻസ് ഓവർ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ്. ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗിനെ സംബന്ധിച്ചിടത്തോളം വന്നൊരു പ്രധാനപ്പെട്ട മാറ്റം എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത് ഇത്രയേ ഉള്ളൂ. ആ ക്വസ്റ്റ്യൻ്റെ തന്നെ അതിൻ്റെ ആൻസർ ഉണ്ട് അല്ലേ. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ മാറിയിട്ട് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കൗൺസിൽ വന്നു 2013 കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കഴിഞ്ഞില്ലല്ലേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് അപ്പോൾ ദ നാഷണൽ അസസ്മെന്റ് അക്രഡിറ്റേഷൻ കൗൺസിൽ. നാക്കുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ. ഇറ്റ് ഈസ് എൻ ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ശ്രദ്ധിക്കൂ മക്കളെ, ഇതൊരു ഓട്ടോണമസ് ബോഡിയാണ്. സെക്ഷൻ 12 CCC പ്രകാരം UGCയുടെ കീഴിലുള്ള കുറേ അധികം ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റേഴ്സിന് എന്താണ് ഓട്ടോണമസ് പദവി കൊടുത്തിട്ടുണ്ട്. അതായത് അവയ്ക്ക് ഒരു സ്വയംഭരണാധികാരം കൊടുത്തിട്ടുണ്ട്. UGCയുടെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ അവയ്ക്കൊരു സ്വയംഭരണാധികാരം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇറ്റ് ഈസ് എൻ ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ മനസ്സിലാക്കുക. അതുപോലെ ഇറ്റ് ഈസ്
ടാസ്ക്ഡ് വിത്ത് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് അസസിങ് ആൻഡ് അക്രഡിറ്റിംഗ്. ആ പേരത്തുണ്ട് അക്രഡിറ്റിംഗ്, നാക്ക് അല്ലേ, അതുകൊണ്ട് ഇറ്റ് ഹാസ് റീജിയണൽ ഓഫീസ്. തെറ്റാണ്. ബാംഗ്ലൂരിലാണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, മറന്നു പോകണ്ട. നാക്കുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ എന്തായിരിക്കും, ഇത്തവണ എൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെ നിന്നായിരിക്കും. നമ്മൾ എപ്പോഴും ഹെഡ് ക്വാർട്ടേഴ്സ് ചോദിക്കുമ്പോൾ കണ്ണും പൂട്ടി എഴുതാനുള്ള സാധ്യതയാണ് ന്യൂഡൽഹി എന്നാണ്. ന്യൂഡൽഹി അല്ല, ബാംഗ്ലൂരുവാണ് എൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കേട്ടോ. അപ്പോൾ ഇതിന്റെ ഉത്തരം എയും ബിയും കറക്റ്റ്, സി തെറ്റ് എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. കണ്ടന്റ് പക്കാ കണ്ടന്റിലേക്ക്. ആദ്യം നമ്മൾ കോമ്പോസിഷൻ ഓഫ് ദി കമ്മീഷനിൽ ആരൊക്കെ ഉണ്ട്, ആരൊക്കെ ഉണ്ടാകണം, എന്തൊക്കെയാണ് പ്രത്യേകതകൾ. അപ്പോൾ ഇത്രയും കാണുമ്പോഴത്തേക്ക് നിങ്ങൾ എന്തായി മനുഷ്യൻ എഴുതി വെച്ചേക്കുന്നത്, ഇത്രയൊക്കെ പഠിക്കണം. ഇത്രയൊന്നും പഠിക്കേണ്ടത് നിങ്ങൾ. ഓക്കെ, എന്താണ് പഠിക്കേണ്ടതെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരും, അത് മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ ടോട്ടൽ സ്റ്റാറ്റ്യൂട്ടറി കോമ്പോസിഷൻ എത്ര പേരുണ്ട്? 12 പേരടങ്ങുന്ന ഒരു സമിതിയാണെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. എന്താ 12 മാസം എന്നതുപോലെ അല്ലേ, 12 മാസം എന്നതുപോലെ 12 പേരടങ്ങുന്ന, 12 നല്ല നമ്പർ അല്ലേ, 12 പേരടങ്ങുന്ന സമിതിയാണ്. അപ്പോൾ അതിൽ 10 പേരൊഴികെ 2 പേരിൽ ഒരാൾ ചെയർപേഴ്സൺ ആയിരിക്കും, രണ്ടാമത്തെ ആള് വൈസ് ചെയർപേഴ്സൺ ആയിരിക്കും. ഓക്കെയാണ് പറഞ്ഞത്? ഓക്കെയാണ്. ഇത് കാണാതെ പഠിക്കേണ്ട കാര്യമല്ല, ജസ്റ്റ് കണ്ണടച്ചൊന്ന് മനസ്സിലാക്കിയിരിക്കുക. 10 other members appointed by the central government. ബാക്കിയുള്ള 10 പേരെ സെൻട്രൽ ഗവൺമെന്റ് അപ്പോയിൻമെന്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ചെയർപേഴ്സൺ മസ്റ്റ് ബി ചോസൺ ഫ്രം പേഴ്സൺസ് ഹു ആർ നോട്ട് ഓഫീസേഴ്സ് ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ് ഓർ എനി സ്റ്റേറ്റ് ഗവൺമെന്റ്. അല്ലേ, അതായത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ചെയർപേഴ്സൺ എന്ന് പറയുന്ന വ്യക്തി സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആകാൻ പാടില്ല, സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയിയും ആകാൻ പാടില്ല. ആ ഒരു കാര്യമാണ് നിങ്ങളിവിടെ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ചെയർപേഴ്സൺ ആരാകാൻ പാടില്ല? സാധാരണ നമുക്കൊരു ഗവൺമെന്റ് നിയോഗിക്കുന്ന ബോഡി ആകുമ്പോഴത്തേക്കും ഗവൺമെന്റ് നയങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെ, ഇതിന്റെ ചെയർപേഴ്സൺ ആരായിരിക്കട്ടെ, ഞങ്ങളുടെ ഒരു ആളായിരിക്കട്ടെ എന്ന് പറയാനല്ലേ പറ്റുള്ളൂ. അതല്ലേ നല്ലത്. അത് പോരാ, അങ്ങനെ അല്ല കേട്ടോ. ഇന്ത്യയിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താണ്, ഒരു ഓട്ടോണമിയും ഒരു സ്വയംഭരണ അധികാരവും അതുപോലെ എന്താണ് ഒരു ഇൻഡിപെൻഡൻസ് ഒക്കെ ആവശ്യമായിട്ടുള്ള സ്ഥാപനങ്ങളല്ലേ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള കാസ്റ്റ് ഡിസ്ക്രിമിനേഷനൊക്കെ എതിരെ കൃത്യമായിട്ടുള്ള നടപടികളുമായിട്ട് നമ്മുടെ UGC മുന്നോട്ട് വന്നത് അല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ 10 മെമ്പേഴ്സ് അല്ലേ, 10 മെമ്പേഴ്സ് അവർ കാണാതെ പഠിക്കേണ്ട. നിങ്ങൾ 1 ചെയർപേഴ്സൺ പഠിക്കുക. ഈ ചെയർപേഴ്സൺ ആരാകാൻ പാടില്ല? സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി അതുപോലെ സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയി ആകാൻ പാടില്ല, നിർബന്ധമാണ് അല്ലേ. ഇനി ബാക്കിയുള്ള 10 പേരിൽ 2 പേര് സെൻട്രൽ ഗവൺമെന്റിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് പങ്കെടുക്കാവുന്നതാണ്. ഓക്കെ. ഇനി അറ്റ്ലീസ്റ്റ് 4 members മസ്റ്റ് ബി യൂണിവേഴ്സിറ്റീസ് അറ്റ് ദ ടൈം ഓഫ് അപ്പോയിൻമെന്റ്. അപ്പോയിൻമെന്റ് സമയത്ത് ബാക്കിയുള്ള ആൾക്കാരിൽ 4 പേരെങ്കിലും എന്തായിരിക്കണം? യൂണിവേഴ്സിറ്റി സാറന്മാരായിരിക്കണം. അറ്റ് ദ ടൈം ഓഫ് അപ്പോയിൻമെന്റ്. അത് കഴിഞ്ഞ് റിട്ടയർ ആയാലും കുഴപ്പമില്ല, അവരുടെ ടേം ഓഫ് ഓഫീസ് അവർ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇനി ബാക്കിയുള്ളതിലാണെന്നുണ്ടെങ്കിലോ, ബാക്കിയുള്ളത് റിമൈൻഡർ കം ഫ്രം അഗ്രികൾച്ചർ, കൊമേഴ്സ്, ഫോറസ്ട്രി, ഇൻഡസ്ട്രി, എഞ്ചിനീയറിംഗ്, ലീഗൽ, മെഡിക്കൽ ഓർ അതർ ലേൺഡ് പ്രൊഫഷണൽസ്. അതും അല്ലെങ്കിൽ വൈസ് ചാൻസലേഴ്സ്, എഡ്യൂക്കേഷൻസ് ഓഫ് റെപ്യൂട്ട് ഓഫ് പേഴ്സൺസ് വിത്ത് ഹയർ അക്കാഡമിക് ഡിസ്റ്റിങ്ഷൻസ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാരായിരിക്കണം മറ്റുള്ള 4 പേരെന്ന് പറയുമ്പോഴത്തേക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം, അറ്റ്ലീസ്റ്റ് 1/2 ഓഫ് ദ പേഴ്സൺസ് ചോസൺ ദ റെസിഡൽ എക്സ്പെർട്ട് കാറ്റഗറി മസ്റ്റ് നോട്ട് ബി സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓഫീസേഴ്സ്. അവിടെ എന്താണ് 1/2 ഓഫ് ദ പേഴ്സൺസ് അല്ലേ, അവസാനം നമ്മൾ പറഞ്ഞ 4 പേരിൽ പകുതി ആൾക്കാരും എന്താണ് സ്റ്റേറ്റ് ഓർ സെൻട്രൽ ഗവൺമെന്റ് റെപ്രസെൻറ്റേറ്റീവ്സ് ആകാൻ പാടില്ല. ഇത്ര കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. അതായത് ഇവിടെ നിങ്ങൾ മനസ്സിലായി 12 മെമ്പേഴ്സ് ഉണ്ട്. ചെയർപേഴ്സൺ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആകാൻ പാടില്ല. ഇത്രയും മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചത്. കോമ്പോസിഷനെ കുറിച്ച് അങ്ങനെ ഒന്നും ചോദിച്ച് കണ്ടിട്ടില്ല. അത്രയും മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചിരുന്നാൽ മതി കേട്ടോ. ഓക്കെ. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് യൂണിവേഴ്സിറ്റീസ് കോമൺലി ഡിസ്കസ്ഡ് അണ്ടർ UGCയുടെ കീഴിൽ നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്ന യൂണിവേഴ്സിറ്റീസ്. അവിടെ നമ്മൾ യൂണിവേഴ്സിറ്റിയെ കുറിച്ചുള്ള ഡെഫിനിഷൻ നമ്മൾ നോക്കുക. നേരത്തെ പറഞ്ഞതാണ് സെൻട്രൽ ആക്ട് വഴിയോ സ്റ്റേറ്റ് ആക്ട് വഴിയോ പ്രൊവിൻഷ്യൽ ആക്ട് വഴിയോ അല്ലേ, അതുമല്ലാന്നുണ്ടെങ്കിൽ സെക്ഷൻ 3 വഴിയോ അല്ലേ, സെക്ഷൻ 3 വഴി എന്താണ് ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി, സെക്ഷൻ 3 വഴി വരിക. അല്ലെങ്കിൽ എന്താണ് സ്റ്റേറ്റ് ആക്ട് വഴി വരുമ്പോഴത്തേക്കും ഒന്ന് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ സ്റ്റേറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി, രണ്ടും സ്റ്റേറ്റ് ആക്ട് വഴി നിലവിൽ വരും. ഇനി സെൻട്രൽ ആക്ട് വഴി വരുന്നതിനെ നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് വിളിക്കും അല്ലേ, കേന്ദ്ര യൂണിവേഴ്സിറ്റി എന്ന് വിളിക്കും. ഓക്കെ. അപ്പോൾ നോക്കുക ഏതൊക്കെയാ ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തുവാണ് ഈ കാണിക്കുന്നത്, പോകുന്നത് എങ്ങോട്ടാ അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഡെഫിനിഷനിൽ തന്നെ നമ്മൾ ഈ കാര്യങ്ങൾ പഠിച്ചു പോയതാണ്. നോക്കാം. സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ എസ്റ്റാബ്ലിഷ്ഡ് ഓർ ഇൻകോർപ്പറേറ്റഡ് ബൈ ആൻ ആക്ട് ഓഫ് പാർലമെന്റ് ആക്ട് വഴി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടതോ അല്ലെങ്കിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെട്ടതോ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി നമ്മൾ എന്ത് വിളിക്കുന്നു മക്കളെ? സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് വിളിക്കുന്നു, കേന്ദ്ര സർവകലാശാല എന്ന് വിളിക്കുന്നു. ഇനി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ എസ്റ്റാബ്ലിഷ്ഡ് ഓർ ഇൻകോർപ്പറേറ്റഡ് ബൈ എ സ്റ്റേറ്റ് ആക്ട്, ഒരു സ്റ്റേറ്റ് ആക്ടിന്റെ അടിസ്ഥാനത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെട്ട സ്ഥാപനത്തെ നമ്മൾ എന്ന് വിളിക്കുന്നു? സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി
യൂണിവേഴ്സിറ്റി എന്ന് വിളിക്കുന്നു. ഇനി നോക്കൂ, എസ്റ്റാബ്ലിഷ്ഡ് ബൈ എ സ്റ്റേറ്റ് ആക്ട്. സ്റ്റേറ്റ് ആക്ട് വഴി എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. പക്ഷേ എന്താ, ഒരു സ്പോൺസറിങ് ബോഡി ഉണ്ടായിരിക്കണം. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു ബോഡി, ഇപ്പോൾ ഉദാഹരണം NSSO അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും സംഘടനകൾ അല്ലേ, ഒരു സ്പോൺസറിങ് ബോഡി ഉണ്ടായിരിക്കണം, സബ്ജക്ട് ടു UGC സ്റ്റാറ്റ്യൂട്ടറി റെഗുലേറ്ററി കംപ്ലയിൻസ്. അപ്പോൾ അതൊരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ്. ആ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി അതായത് അതിൻ്റെ ഫണ്ടിങ്ങിനെ സ്പോൺസർ ചെയ്യാൻ വേണ്ടിയിട്ട്, ബാക്കിയുള്ള ഫണ്ടിങ് എല്ലാം എന്താണ്, ആര് വഴി നടക്കണം, ഈ പ്രൈവറ്റ് സ്ഥാപനം വഴി നടക്കണം. അത്ര ഫണ്ട് ചെയ്യാൻ വേണ്ടി സ്പോൺസറിങ് ഏജൻസി ഉണ്ടായിരിക്കണം. പക്ഷേ ഇത് സ്ഥാപിക്കുന്നത് ആരാണ്? നമ്മുടെ സ്റ്റേറ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ എന്താണ്, UGCയിലെ സ്റ്റാറ്റ്യൂട്ടറി റെഗുലേറ്ററി കംപ്ലയിൻസുകളും പാലിച്ചാൽ മാത്രമേ സ്റ്റേറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി എന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായി പറഞ്ഞത്? ഇനി ഇൻസ്റ്റിറ്റ്യൂഷൻ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി അല്ലേ, എന്താണ് യൂണിവേഴ്സിറ്റി അംഗീകരിക്കപ്പെടുന്ന യൂണിവേഴ്സിറ്റി എന്ന് പറയാം അല്ലേ, അല്ലെങ്കിൽ എന്താണ് കൽപ്പിത സർവകലാശാല. അതാണ് കൽപ്പിത സർവകലാശാല, അതാണ് കൃത്യമായ വാക്ക്. അപ്പോൾ ഡിക്ലെയർഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്. ആരായത് ഡിക്ലെയർ ചെയ്യുന്നേ? UGC അല്ല, UGCയുടെ അഡ്വൈസിന്റെ പുറത്ത് സെക്ഷൻ 3 പ്രകാരം, അതായത് നമുക്ക് ശ്രദ്ധിക്കുക, ഏതെങ്കിലും പ്രത്യേക മേഖലയിൽ ഇവന്മാർ കിടിലങ്ങളാണെന്ന് വെച്ചിരിക്കട്ടെ. ഇപ്പം നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ കേരളത്തിൽ വന്ന എന്താണ് ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ഏതാണ്, നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കേരളത്തിൽ വന്ന ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ഏതാണ് നിങ്ങൾ ഇപ്പോൾ തന്നെ പോയി സെർച്ച് ചെയ്തിട്ട് താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തണം. ഇത് നിങ്ങൾക്കുള്ളൊരു അസൈൻമെന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ എന്തുവാ മക്കളെ? ഡിക്ലെയർഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ്. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, ആരാണ്? സെൻട്രൽ ഗവൺമെന്റിന് മാത്രമേ ഇത് ഡിക്ലെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ, പ്രഖ്യാപിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ അതിന് യോഗ്യനാണ് എന്ന് പറയുന്ന ആരാണ്? അഡ്വൈസ് കൊടുക്കുന്ന ആരാണ്? അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞു കൊടുക്കുന്ന ആരാണ്? UGC ആണ്. UGC പറഞ്ഞു കൊടുക്കണം, സെക്ഷൻ 3 പ്രകാരം പറഞ്ഞു കൊടുക്കണം, ഇവൻ കൊള്ളാം, ഇവൻ ആ മേഖലയെ കിടിലമാണ്, അല്ലെങ്കിൽ ഇവൻ സ്പേസ് മേഖലയെ കിടിലമാണ്, ആ സ്പേസ് മേഖലയിൽ ഡിഗ്രി കൊടുക്കാനുള്ള അധികാരം ഇവന് കൊടുക്കാം, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള കരിക്കുലം ഡെവലപ്പ് ചെയ്യാനുള്ള അധികാരം കൊടുക്കാം അല്ലേ. അത്തരത്തിലുള്ള കുറേ പ്രത്യേകത ആർക്കുണ്ട്? ഈ പറഞ്ഞ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റികൾ കൊണ്ട് നമ്മൾ നിയമം പഠിക്കുമ്പോൾ കുറച്ചുകൂടെ വിശദമായിട്ട് പഠിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും സെഷൻസ് അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ, ടൈപ്സ് ഓഫ് യൂണിവേഴ്സിറ്റീസ് നമ്മൾ മനസ്സിലാക്കി. ഇനി വേറെ കുറച്ച് ടീംസുകളുണ്ട്, നമുക്ക് ശ്രദ്ധിക്കാം. ആദ്യത്തെ ഡീംഡ് യൂണിവേഴ്സിറ്റി ആരാണെന്ന് നോക്കാം. IIST ബാംഗ്ലൂർ, അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, IISc ആണ് കേട്ടോ. IISc ബാംഗ്ലൂർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ, നമ്മുടെ CV രാമനൊക്കെ അവിടെയാണ് പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് ഈ പറഞ്ഞ ഒരു എന്താ പറയുക, ഒരു ക്രെഡിറ്റ്, അതിന് ക്രെഡിറ്റ് എന്നല്ല, അവർ ആദ്യത്തെ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി പദവി ആയതിന് കൊടുത്താലേ പറ്റത്തുള്ളൂ, IIScക്ക് കൊടുത്താലേ പറ്റത്തുള്ളൂ. IISc കേട്ടോ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ. നോക്കൂ, അതിൻ്റെ വർഷം നോക്കുക, വളരെ ഇമ്പോർട്ടൻ്റ്, 12 മെയ് 1958. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കേരളത്തിൽ വന്ന ഡീംഡ് യൂണിവേഴ്സിറ്റി ഏത്, അതിനെ ഇൻകോർപ്പറേറ്റ് ചെയ്ത ഡേറ്റ് ഏത്, ഇത് രണ്ട് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്തിരിക്കണം. ഈ ക്ലാസ് കാണുന്ന ആൾക്കാരും കമൻറ്റ് ചെയ്തിരിക്കണം. അതുപോലെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു കാര്യം ഓർക്കുക മക്കളെ, എന്ത് ചെയ്യുക, ഫോൺ ആദ്യം DND മോഡിൽ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തന്നെ DND മോഡിൽ ഇടുക. നിങ്ങൾ ആരും വിളിച്ച് ശല്യം ചെയ്യരുത്. അതുപോലെ അവസാനത്തെ നിമിഷം വരെയുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കാണുക. ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കാണുമ്പോഴത്തേക്കും മണി പോലെ ഇതിൻ്റെ ഉത്തരം പറയാൻ പറ്റണം. അങ്ങനെ ഉത്തരം പറയാൻ പറ്റിയില്ലെങ്കിൽ ഈ സമയം നിങ്ങൾ ചെലവഴിക്കുന്ന സമയം കൊണ്ട് യാതൊരു പ്രയോജനമില്ല. മാത്രമല്ല, നിങ്ങളിപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഈ ക്ലാസ് കാണാൻ പറ്റിയില്ലെങ്കിൽ കേൾക്കെങ്കിലും ചെയ്യുക. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു സമയം, നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം, യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം, വേറെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാര്യം ഒരു തവണ തലയിൽ കേട്ട് പോകുമ്പോഴത്തേക്ക് ആ ഒരു കാര്യമായിരിക്കും അവിടെ സ്ട്രൈക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ പ്രസന്റ് ആയിട്ടുള്ള ഈ നിമിഷത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിന് മാത്രമേ നമ്മുടെ അടുത്ത സെഷനിൽ, അടുത്ത ജീവിതത്തിന്റെ അടുത്ത നിമിഷത്തിൽ ഒരു വ്യത്യാസം കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അതൊരു പരമാർത്ഥമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു സത്യം മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന കുട്ടി മാത്രമേ ഇത്തവണ മെയിൻസ് എഴുതിയെടുക്കുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈച്ച് ആൻഡ് എവറി സെക്കൻഡ് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വർക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. അതുകൊണ്ട് ഇപ്പോൾ എന്ത് ചെയ്യുക, ക്ലാസ് കേട്ടോണ്ട് പോവുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലാക്കി. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരുമാണ് ആദ്യത്തെ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ഇന്ത്യയിൽ. ഇനി യൂണിവേഴ്സിറ്റീസ് ഓഫ് കൽക്കട്ട, ബോംബെ ആൻഡ് മദ്രാസ് ഷെയർ ദ 1957 എസ്റ്റാബ്ലിഷ്മെന്റ് ഇയർ. നോക്കൂ, 1957 എന്ന് പറയുമ്പോൾ ഇന്ത്യ സ്വതന്ത്രമായില്ല. ഞാൻ പറഞ്ഞു പ്രിൻസസ് റൂളും പ്രൊവിൻഷ്യൽ റൂളും അല്ലേ, പ്രൊവിൻഷ്യൽ ആക്ട് ഒക്കെ നിലവിലുണ്ടായ സമയമാണ്. ആ സമയത്ത് വന്നിട്ടുള്ള സർവകലാശാലകളാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വന്നവരെ അത്തരത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നു. നമ്മുടെ സർവകലാശാലയുടെ ഡെഫിനിഷനിൽ അവരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ആരൊക്കെയാണ്? കൽക്കട്ട യൂണിവേഴ്സിറ്റി, ബോംബെ യൂണിവേഴ്സിറ്റി, മദ്രാസ് യൂണിവേഴ്സിറ്റി 1957 പ്രിൻസസ് റൂളിൽ വന്ന സർവകലാശാല ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായി. അപ്പോൾ ഇനി എന്താണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ? ഇത്തരത്തിലെ കാര്യങ്ങൾ നടന്നു വരവേ നമുക്ക് 1961 ആയപ്പോഴ സമയത്ത് നമുക്ക് ഇന്ത്യയിൽ എന്ത് ആവശ്യത്തിന് സർവകലാശാല അല്ലെങ്കിൽ എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കാനുള്ള ഒരു സാഹചര്യമൊക്കെ ഇല്ലാതെ വന്നു. അപ്പോൾ അന്ന് ഒരു എക്സ്പെർട്ട് കമ്മിറ്റി റിപ്പോർട്ട് വരികയാണ് ഇതുമായി ബന്ധപ്പെടുത്തി. എന്താ? ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനെ ബന്ധപ്പെടുത്തി. എന്താ അതിൻ്റെ അടിസ്ഥാനം, അല്ലെ എന്താ അതുമായി ബന്ധപ്പെട്ട് പിന്നെ എന്താ ഉണ്ടാകുന്നത്? ഡൽഹി യൂണിവേഴ്സിറ്റി ഒരു പൈലറ്റ് പ്രോജക്റ്റ് ആയിട്ട് 1962
എന്ത് ചെയ്തു? ഒരു കറസ്പോണ്ടൻസ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു. എന്താ കറസ്പോണ്ടൻസ് കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റലായിട്ട് പഠിക്കാനുള്ള സാഹചര്യം നമുക്ക് ഉണ്ടാക്കി തന്നു. അതായത് നോട്ട് നമുക്ക് പോസ്റ്റിൽ അയച്ചു തരും. അതായത് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല മക്കളെ, യൂണിവേഴ്സിറ്റി പോയി നിൽക്കാനോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി പോകാനോ അല്ലെങ്കിൽ കോളേജുകളിൽ പോകാനോ പറ്റാത്ത സാഹചര്യമുണ്ട്, പൈസ ഇല്ലാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ പോസ്റ്റലായിട്ടും പഠിക്കാം, മറ്റുള്ള ജോലികൾ ചെയ്തുകൊണ്ട് ഡിഗ്രികൾ നേടാനുള്ള ഒരു കറസ്പോണ്ടൻസ് കോഴ്സ് പൈലറ്റ് പ്രോജക്റ്റ് ആയിട്ട് 1962 ഡൽഹി യൂണിവേഴ്സിറ്റി കേട്ടോ. ആരാണ്? ഡൽഹി യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹിയാണ് ഇത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 1962 1961 എക്സ്പെർട്ട് കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് കൊണ്ടുവരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കാം. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് അത് ഭയങ്കര വിജയമായി, അടിപൊളിയായിട്ട് ആൾക്കാർ എന്ത് ചെയ്തു? ആൾക്കാർ പാഞ്ഞു വന്നു, ഫീസ് അടച്ചു, ആൾക്കാർ പഠിച്ചു, ഡിഗ്രി എടുത്തു, അല്ലേ? അത് ഭയങ്കര വിജയമായി. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ സാധ്യതകളെ പഠിക്കാൻ വേണ്ടി പൊതുവെ നമ്മൾ എങ്ങോട്ടൊക്കെയാണ് ആൾക്കാർ? ജർമ്മനിയിലോട്ട് ആൾക്കാരെ വിടും, അല്ലെങ്കിൽ UK ആൾക്കാരെ വിടും, അല്ലേ? ഇവിടെ അങ്ങനെയൊന്നുമല്ല, USSRലേക്കാണ് ആൾക്കാരെ വിട്ടത്. UGC took steps to streamline correspondence courses guidelines. The Ministry of Education sent ഡെലിഗേറ്റീവ്സിനെ എങ്ങോട്ട് വിട്ടു? USSRലോട്ട് വിട്ടു. 1967 അതുപോലെ 1968 അതുപോലെ 1971 ഇത്തരത്തിലെ കറസ്പോണ്ടൻസ് എഡ്യൂക്കേഷനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി USSRനെ കുറിച്ച് പറയുമ്പോൾ ആരാ? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് റഷ്യ, അല്ലേ? റഷ്യ എന്ന് പറയുമ്പോഴത്തേക്ക് അന്നത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്, കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് കൺട്രിയാണ്. യെസ്, ശരിയാണ്, സോഷ്യലിസ്റ്റ് കൺട്രിയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താ അവിടുത്തെ ഒരു അവസ്ഥ, അവിടുത്തെ ഒരു സാമൂഹിക രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും തുല്യ അവകാശം, അല്ലേ? എല്ലാവരും പണിയെടുക്കുന്നവരാണ്, എല്ലാവരും പാടത്തും പറമ്പിലും പണിയെടുക്കുന്നവരാണ്, ഫാക്ടറി പണിയെടുക്കുന്നവരാണ്. പക്ഷെ അവർക്കെല്ലാം എന്താണ്? എഡ്യൂക്കേഷനുള്ള അവസരവും തുല്യമാണ്. അപ്പോൾ എല്ലാവർക്കും പഠിക്കാനുള്ള സാഹചര്യം അവിടെ എന്താണ്? കറസ്പോണ്ടൻസ് കോഴ്സുകളിലൂടെയാണ് കൂടുതൽ സാധ്യമായിരുന്നത്, അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സാമൂഹിക സാഹചര്യം USSRൽ നിലവിലിരുന്നുകൊണ്ടാണ് ഈ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരെ ആ സമയത്ത് അങ്ങോട്ട് വിട്ടത്. മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ UGC വേറെ എങ്ങോട്ടും അല്ല വിട്ടത്. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റിൽ തെറ്റായിട്ട് ചോദിക്കാം. UGC ഡെലിഗേഷൻസിനെ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ കറസ്പോണ്ടൻസ് കോഴ്സിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി അമേരിക്കയിലേക്കല്ല വിട്ടത്, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലേക്കല്ല വിട്ടത്, ജർമ്മനിയിലേക്കല്ല, ഇറ്റലിയിലേക്കല്ല, എങ്ങോട്ടാണ്? USSR യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് റഷ്യയിലേക്കാണ് വിട്ടത് 1967 68 71 കാലയളവിൽ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നോക്കാം എന്തൊക്കെ മനസ്സിലാക്കി. യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹിയാണ് ആദ്യമായിട്ട് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി, പൈലറ്റ് പ്രോജക്റ്റ് 1962 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. വൻ വിജയമായിരുന്നു. അത് ആരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്? മാർച്ച് 1961 എക്സ്പെർട്ട് കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പൈലറ്റ് പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യുന്നത്. വളരെ വിജയമായി. അതിന്റെ കൂടുതൽ സാധ്യതകൾ പഠിക്കാൻ വേണ്ടി 1967 68 71 കാലയളവിൽ USSRലേക്ക് ആൾക്കാരെ വിട്ടു പഠിപ്പിക്കുന്നു. 8 മെമ്പർ വർക്കിംഗ് ഗ്രൂപ്പ് ചെയർഡ് ബൈ G പാർത്ഥസാരഥി. നോക്കൂ, 1974 നടക്കുന്ന, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇത് പഠിച്ചു വെച്ചേക്കണം. 1974 G പാർത്ഥസാരഥി ചെയർപേഴ്സൺ ആയിട്ടുണ്ട്. ഒരു 8 മെമ്പർ വർക്കിംഗ് ഗ്രൂപ്പ് കൊണ്ടുവരികയാണ്. ഇവരുടെ റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിലാണ് ഇഗ്നോ സ്ഥാപിക്കുന്നത്. എന്താണ് ഇഗ്നോ? ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി, ഇഗ്നോ സ്ഥാപിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സാധ്യത പഠിക്കാൻ വേണ്ടി പാർത്ഥസാരഥി സാറിന്റെ അധ്യക്ഷതയിലാണ് ഈ ഒരു സമിതി 1974 വരുന്നത്. അപ്പോൾ ഇഗ്നോ സ്ഥാപിക്കുന്നു. അപ്പോൾ ഇഗ്നോയുടെ കീഴിലാണ് അന്ന് ഇഗ്നോ വന്നു, ഇഗ്നോയുടെ കീഴിലായിരുന്നു ബാക്കിയുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കൗൺസിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കൗൺസിലാണ് ബാക്കിയുള്ള എല്ലാ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളും അവിടെ പ്രവർത്തിച്ചിരുന്നത്, അല്ലെങ്കിൽ അവയെ നിയന്ത്രിച്ചിരുന്ന ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കൗൺസിലാണ്. അപ്പോൾ അവയെ നയിച്ചിരുന്ന ആരാണ്? ഇഗ്നോ ആയിരുന്നു, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കൗൺസിൽ, DEC. പക്ഷേ നോക്കൂ, അങ്ങനെ വന്നപ്പോഴത്തേക്ക് പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് 2012 ആയപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? ഇഗ്നോ തന്നെ ഒരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സെന്റർ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ആണ്. അപ്പോൾ അവർ ഇത് നിയന്ത്രിക്കേണ്ട ആവശ്യമില്ല, നേരിട്ട് UGC തന്നെ നിയന്ത്രിച്ചാൽ മതി എന്ന് പറഞ്ഞു. ആര്? കേന്ദ്ര മന്ത്രാലയം, അല്ലേ? കേന്ദ്ര മന്ത്രാലയം അങ്ങനെ പറഞ്ഞു. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കൗൺസിൽ മാറി, അത് അബാൻഡൻ ചെയ്തുകൊണ്ട് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ വന്നു, DEB വന്നു. DEB കണ്ടോ, ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. DEB വന്നു എന്നാണ് 29 ഡിസംബർ 2012 ഓക്കെയാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബന്ധപ്പെടുത്തി പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ മക്കളെ നോക്കാം. ഡൽഹി യൂണിവേഴ്സിറ്റി 1962 അവരുടെ പൈലറ്റ് പ്രോജക്റ്റ് നടപ്പിലാക്കുന്നത്. ആൾക്കാരെല്ലാം ഓടി വന്ന് പഠിക്കാൻ തുടങ്ങി, അല്ലേ? അപ്പോൾ അത് 61 എക്സ്പെർട്ട് കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. പിന്നെ അതിനുശേഷം നമുക്ക് UGC ആൾക്കാരെ വിട്ടു, ഇതിൻ്റെ സാധ്യതകൾ പഠിക്കാൻ 67 69 71 കാലങ്ങളിലൊക്കെ വിട്ടു. എവിടെ? USSRൽ വിട്ടു.
ഇനി അതിനുശേഷം പാർത്ഥസാരഥി സാറിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന വർക്കിംഗ് ഗ്രൂപ്പാണ് നമ്മുടെ ഇഗ്നോ പോലുള്ള ഒരു സ്ഥാപനം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഒരു സാധ്യത അവർ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇഗ്നോ സ്ഥാപിച്ചു. ഇഗ്നോയുടെ കീഴിലുള്ള DEC ആയിരുന്നു, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കൗൺസിൽ ആയിരുന്നു ബാക്കിയുള്ള എല്ലാ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റികളെയും നിയന്ത്രിച്ചിരുന്നത്. അത് പിന്നെ 2012 നമ്മുടെ കേന്ദ്ര മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശപ്രകാരം DEB ആക്കി, അതായത് നമ്മുടെ UGCയുടെ കീഴിലുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോയുടെ കയ്യിലോട്ട് കൊണ്ടുവന്നു എല്ലാ ഡിസ്റ്റൻസ് സ്ഥാപനങ്ങളുടെ ഇഗ്നോ പോലുള്ള യൂണിവേഴ്സിറ്റികളുടെ നിയന്ത്രണം എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ കേരളത്തിൽ വന്ന ഏറ്റവും അവസാനം വന്ന ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ താഴെ നിങ്ങൾ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യണം. ഏറ്റവും അവസാനം കേരളത്തിൽ വന്ന യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ വന്ന, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നടപ്പിലാക്കാൻ കേരളത്തിൽ അനുവദിച്ച യൂണിവേഴ്സിറ്റി ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്തോണേ. രണ്ടാമത്തെ കമൻറ്റ് അസൈൻമെൻ്റാണ്. ഇപ്പോൾ തന്നെ പോയി സെർച്ച് ചെയ്ത് കമൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴും ആക്റ്റീവായിരിക്കണം. അപ്പോൾ ഇനി അടുത്ത UGCയുടെ ഇനിഷ്യേറ്റീവ്സും അതിൻ്റെ അസോസിയേറ്റ് പ്രോഗ്രാംസും നോക്കാം. UGC നെറ്റ് ഞാൻ എന്താണ് നിങ്ങളടുത്ത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അല്ലേ. നിങ്ങൾ എന്തായാലും PG കഴിഞ്ഞ ആൾക്കാർ UGC നെറ്റ് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരിക്കും ഉറപ്പായിട്ടും. ഫസ്റ്റ് ഹെൽഡ് ഇൻ December 1989, 1989. ഞാനത് പഠിച്ചു വയ്ക്കുന്നത്, ഞാൻ ജനിച്ചതിന് 2 വർഷം ശേഷമാണ് ആദ്യത്തെ നെറ്റ് പരീക്ഷ എന്ന്. കാരണം ഞാൻ 1987 ജനിച്ച വ്യക്തിയാണ്. ഓക്കെ, ഫസ്റ്റ് ഹെൽഡ് ഇൻ December 1989, കണ്ടക്റ്റഡ് ബൈ ഇപ്പോൾ ആരാണ്? നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അല്ലേ, NTA ആണ് ഇപ്പോൾ നടത്തുന്നത്. എന്ത് മോഡലാണ്? CBT മോഡൽ. എന്താ CBT? കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് മോഡലാണ് നടക്കുന്നത്. എന്നിട്ട് December 2018 മുതൽ CBT ആയിട്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് നടത്തുന്നത്. ഓക്കെ, അടുത്തത് സയൻസുമായിട്ട് ബന്ധപ്പെടുത്തി നെറ്റാകുമ്പോഴത്തേക്ക് നമ്മൾ CSIR നെറ്റാണ് അല്ലേ. നോക്കൂ, സയൻസ് സബ്ജക്റ്റിന്റെ എലിജിബിലിറ്റി എക്സാമിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? CSIR UGCയും ചേർന്നാണ് നടപ്പിലാക്കുന്നത്. അപ്പോൾ കണ്ടക്ട് ചെയ്യുന്ന ആരാണ്? NTA തന്നെ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി തന്നെയാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, CSIR UGC നെറ്റ്. ഓക്കെ, സയൻസിന് വേണ്ടിയിട്ട്. ഇനി എന്താണ് CUET? നമ്മുടെ ഒരുപാട് എന്തുണ്ടെന്ന് പറഞ്ഞു, കേന്ദ്ര യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. അവിടത്തേക്കുള്ളൊരു കോമൺ ആയിട്ടുള്ള എൻട്രൻസ് ടെസ്റ്റ് നടപ്പിലാക്കിയല്ലേ 2022. നോക്കാം, 2022 ആദ്യത്തെ CUET നടപ്പിലാക്കുന്നത്. എന്താണ്? നമുക്ക് കേന്ദ്ര സർവകലാശാലകളിലേക്ക് പ്രവേശനം നേടാൻ വേണ്ടിയിട്ടുള്ള എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അല്ലേ, അതൊരു കോമൺ എൻട്രൻസ് ടെസ്റ്റ് ആണ്. ഇനിഷ്യലി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഞാനിപ്പോൾ കൂടുതൽ വൈഡായിട്ട് ഉപയോഗിക്കപ്പെടുന്നുണ്ട് CUET എന്ന് പറയുമ്പോഴത്തേക്കും. ഓക്കെ, അപ്പോൾ CUET എന്താണ്? സെൻട്രൽ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് അല്ലേ. എന്താണ്? സെൻട്രൽ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്. ഇനി എന്താണ് സ്വയം എന്ന് പറയുമ്പോഴത്തേക്കും? സ്വയം എന്ന് പറയുമ്പോഴത്തേക്കും ഓൺലൈൻ മൂക്ക് പ്ലാറ്റ്ഫോം ആണ്. അതായത് നമുക്ക് ഇന്റർനെറ്റിന്റെ സൗകര്യം നിങ്ങൾക്കുണ്ട്, കമ്പ്യൂട്ടർ ഉണ്ട്, അല്ലെങ്കിൽ മൊബൈൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വയം പഠിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ്. എന്ത്? ഓൺലൈനായിട്ട് ലോഗിൻ ചെയ്ത് നമുക്ക് പഠിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന പ്ലാറ്റ്ഫോമാണ് സ്വയം എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ എന്താ സ്വയം പ്രഭ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇന്റർനെറ്റ് ഇല്ല, നിങ്ങളുടെ നാട്ടിൽ ഇന്റർനെറ്റ് ഇല്ല, അതിന്റെ സൗകര്യം ഒന്നും ലഭ്യമല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ DTH ചാനൽസ് ഉണ്ട്. അതിൻ്റെ ഒരു ഗ്രൂപ്പാണ്, കുറേയധികം എഡ്യൂക്കേഷൻ ചാനൽസിൻ്റെ ഗ്രൂപ്പാണ് എന്ത്? സ്വയം പ്രഭ എന്ന് പറയുമ്പോൾ. അതുവഴി എന്തുണ്ടാവും? ഈ ക്ലാസ്സുകൾ സംപ്രേഷണം ചെയ്യും. അപ്പോൾ TV കുറച്ചും കൂടെ ആക്സസിബിൾ ആയിട്ട് എല്ലാ സ്ഥലങ്ങളിലും കിട്ടും അല്ലേ. DTH എല്ലായിടത്തും കിട്ടും, ഡയറക്റ്റ് ടു ഹോം. DTHന്റെ ഫുൾ ഫോം ഡയറക്റ്റ് ടു ഹോം. അപ്പോൾ സ്വയം എന്ന് പറഞ്ഞാൽ ഓൺലൈൻ അല്ലേ. അതുപോലെ DTH TV ആകുമ്പോഴത്തേക്ക് സ്വയം പ്രഭ TV ആകുമ്പോൾ കുറച്ചും കൂടെ വെളിച്ചം കിട്ടൂലേ. നമ്മൾ TV കത്തിച്ച് വെച്ചാൽ തന്നെ നമ്മളെ കറണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല വെളിച്ചം കിട്ടും റൂമിൽ. അതുപോലെ TV ഓണാക്കി വെളിച്ചം കിട്ടും. സ്വയം പ്രഭ TV. സ്വയം എന്താണ്? ഒറ്റയ്ക്കിരുന്ന് നമ്മൾ നെറ്റിൽ നോക്കി പഠിക്കുക. സ്വയം ഓൺലൈൻ മൂക്ക് പ്ലാറ്റ്ഫോം. മറന്നുപോലെ സ്വയം പ്രഭയും മാറിപ്പോയത്. CSIR നെറ്റും CUETയും അതുപോലെ UGC നെറ്റും നിങ്ങൾ മറക്കൂല, എനിക്കറിയാം. ഇനി എന്താ ശോധഗംഗ എന്ന് പറഞ്ഞാൽ? ശോധഗംഗ ആൻഡ് ശോധശുദ്ധി. നോക്ക് മക്കളെ, ശോധഗംഗ ശോധശുദ്ധി 2 വാക്ക്. അതുപോലെ എന്താണ്? ശോധഗംഗോത്രി പഠിച്ചോണേ. ശോധഗംഗോത്രി ചിലപ്പോൾ ഓപ്ഷനിൽ ശോധഗംഗോത്രി എന്ന് വരാം. ഗംഗോത്രിയും ഗംഗയും തമ്മിൽ എന്താവരുത്? കൺഫ്യൂഷൻ ആവരുത്. ശോധഗംഗോത്രി പറഞ്ഞുതരാം. അപ്പോൾ ശോധഗംഗ എന്ന് പറയുമ്പോൾ റെപ്പോസിറ്ററി ഓഫ് ഇന്ത്യൻ തിസീസ് ആൻഡ് ഡിസേഷൻസ്. ഇന്ത്യൻ തിസീസ്, ഇന്ത്യയിൽ നമുക്ക് വന്നിട്ടുള്ള തിസീസുകൾ അല്ലെങ്കിൽ എന്താ പറയുക, അവരുടെ പ്രബന്ധങ്ങളുടെ റെപ്പോസിറ്ററി, ഒരു ലൈബ്രറി. ഇത് ഇൻഫ്ലിപ് നെറ്റ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ശോധഗംഗയുടെ ആ ഒരു റെപ്പോസിറ്ററി പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫ്ലിപ് നെറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇൻഫ്ലിപ്റ്റിനെ കുറിച്ച് പറഞ്ഞുതരാം. അപ്പോൾ ശോധഗംഗ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇന്ത്യക്കാരുടെ എല്ലാ പ്രബന്ധങ്ങളുടെ ഒരു കൂട്ടമാണ്. അപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കേണ്ടത് ഗംഗാ നദി ഇങ്ങനെ ഒഴുകുന്നു എന്ന് മാത്രം മനസ്സിലാക്കുക. ഗംഗാ നദി ഒഴുകുന്നു, അത് ഇഷ്ടം പോലെ വെള്ളമുണ്ട് അല്ലേ. അതെന്താണ്? ഇന്ത്യക്കാരുടെ പ്രബന്ധമാണ്. അപ്പോൾ ഗംഗയെ ശുദ്ധീകരിക്കണം. എന്താണ്? കോപ്പിയടി പാടില്ല. അതിനുവേണ്ടിയാണ് ശോധശുദ്ധി വന്നത് അല്ലേ. പ്ലാഗറിസം ഡിറ്റക്ഷൻ സപ്പോർട്ട് യൂസിങ് ലൈസൻസ്ഡ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ്. അതായത് നമുക്കറിയാം പ്ലാഗറിസം ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ UGC എല്ലാ യൂണിവേഴ്സിറ്റികളും
യൂണിവേഴ്സിറ്റിക്കും ഫ്രീ ആയിട്ട് ഈ സോഫ്റ്റ്വെയർ കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് ശോധശുദ്ധി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഗംഗയുടെ വെള്ളം ശുദ്ധിയായിരിക്കണം, അവിടെ കോപ്പി അടി പാടില്ല, അതിനാണ് ശോധശുദ്ധി കൊണ്ടുവന്നത്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഉപയോഗിക്കുന്ന പ്രോഗ്രാം ഏതാണ് ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞു തന്നു, ആദ്യത്തെ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞു തന്നു, ആ താഴെ കമന്റ് ആക്കണം കേട്ടോ. അത് ഏത് ഡേറ്റ് മുതലാണ് ഉപയോഗിക്കുന്നത് കമന്റ് ആക്കണം. ഓക്കെ, ശോധശുദ്ധി പ്ലാഗിയറിസം ഡിറ്റക്ഷൻ സപ്പോർട്ടാണ്. എല്ലാ യൂണിവേഴ്സിറ്റിയും ഫ്രീ ആയിട്ട് ഈ ഒരു സപ്പോർട്ട് ആര് കൊടുക്കുന്നുണ്ട്? UGC കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗംഗോത്രി എന്താ മക്കളെ? ഗംഗോത്രി എന്നാണ് ഗംഗ ഉത്ഭവിക്കുന്നത് അല്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക, ഗംഗോത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിനോപ്സിസ് ഇല്ലേ, സിനോപ്സിസ് എന്നാണ് ഒരു പ്രബന്ധം ഉണ്ടാകുന്നത് അല്ലേ? ഒരു പ്രബന്ധത്തിന് മുന്നേ നമ്മൾ സമർപ്പിക്കുന്ന സംഭവമാണ് സിനോപ്സിസ്. അപ്പോൾ സിനോപ്സുകളുടെ ഒരു റെപ്പോസിറ്ററിയാണ് ഗംഗോത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. ഓക്കെ, ഗംഗോത്രി എന്ന് പറഞ്ഞാൽ സിനോപ്സിസിന്റെ റെപ്പോസിറ്ററിയാണ്. അപ്പോൾ ആദ്യത്തേത് ഗംഗോത്രി, പിന്നെ ഗംഗ, പിന്നെ ശുദ്ധി, ഇങ്ങനെ പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, ഇനി UGC കെയർ നോക്കൂ, കൺസോർഷ്യം ഫോർ അക്കാഡമിക് ആൻഡ് റിസർച്ച് എത്തിക്സ്, ഇന്റർനെറ്റ് സപ്പോർട്ട് പബ്ലിക്കേഷൻസ് എത്തിക്സ് ആൻഡ് റിസർച്ച് ക്വാളിറ്റി. അപ്പോൾ എന്താണ്, പബ്ലിക്കേഷനിൽ നമ്മൾ പാലിച്ചിരിക്കേണ്ട കുറെ എത്തിക്സ് ഉണ്ട്, അതുപോലെ റിസർച്ചിൽ നമ്മൾ പാലിച്ചിരിക്കേണ്ട കുറെ ക്വാളിറ്റീസ് ഉണ്ട്. അപ്പോൾ അവയെ സപ്പോർട്ട് ചെയ്യാനുള്ള കൺസോർഷ്യമാണ് എന്താ UGC കെയർ എന്ന് പറയുമ്പോഴത്തേക്ക്. കെയർ എന്ന് പറയുമ്പോൾ തന്നെ കൃത്യമായിട്ടുണ്ട് അല്ലേ? അതുപോലെ ഈ PG പാഠശാല, ആ പേര് തന്നെ ഉണ്ട്, ഇലക്ട്രോണിക് ആയിട്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഈ കണ്ടന്റ്, ഈ അധ്യയൻ എന്താണ്, ഡിജിറ്റൽ ലേണിംഗ് ഇ ബുക്ക് റിസോഴ്സ്. ഇതൊന്നും അങ്ങനെ ചോദിക്കില്ല. നമുക്ക് ഈ ശോധഗംഗ, ശോധശുദ്ധി, ഗംഗോത്രി പഠിച്ചു വെച്ചേക്കാം. അതുപോലെ ഈ സമാധാൻ ഗ്രീവൻസ് റിഡ്രസൽ പ്ലാറ്റ്ഫോം, അവന് സമാധാനമില്ല, അവൻ സമാധാനം കൊടുക്കണം അല്ലേ? എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് ഓൺലൈനായിട്ട് പരിഹരിച്ചു കൊടുക്കുന്ന സംഭവമാണ് ഈ സമാധാനം എന്ന് പറയുമ്പോൾ, അതൊന്ന് പഠിച്ചു വെച്ചോണേ. അതുപോലെ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ്, ഇതെല്ലാം നമ്മൾ വിശദമായിട്ട് നമ്മുടെ NEP അതുപോലെ ബാക്കിയുള്ള പുതിയ സംഭവങ്ങളിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇതിൽ പഠിക്കും. അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് എന്താണെന്ന് നമ്മൾ അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് പഠിക്കും. അതുപോലെ നമുക്ക് എന്താണ് മൾട്ടിപ്പിൾ എൻട്രി, മൾട്ടിപ്പിൾ എക്സിസ്റ്റ് എല്ലാം ഉണ്ട്, അതെല്ലാം വിശദമായിട്ട് പഠിക്കും. എന്താ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ക്രെഡിറ്റ് അക്യുമുലേഷൻ ആണ്. അതായത് നമുക്കിപ്പോൾ നീ ഇപ്പോൾ ഒരു സ്ഥലത്ത് പോയി ജോയിൻ ചെയ്യുന്നു വെച്ചോ, അല്ലെങ്കിൽ ഞാൻ ഫിസിക്സ് ഡിഗ്രിക്ക് വേണ്ടി ഞാൻ ജോയിൻ ചെയ്തു, ഞാൻ 1 വർഷം പഠിച്ചു, ആ 1 വർഷം പോട്ടെ 6 മാസം പഠിച്ചു, അപ്പോഴത്തേക്ക് ഒരു ക്യുമുലേറ്റീവ് ആയിട്ട് എനിക്ക് ക്രെഡിറ്റ് എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ വരുന്നത് പോലെ അത്രയും നാൾ പഠിച്ചതിൻ്റെ ക്രെഡിറ്റ് എൻ്റെ അക്കൗണ്ടിൽ കിടക്കും, ബാക്കിയുള്ളത് വേറെ എവിടെയെങ്കിലും പോയി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം അല്ലേ? അപ്പോൾ അതിൽ ഡിജിറ്റൽ ക്രെഡിറ്റ് അക്യുമുലേഷൻ ആണ് ട്രാൻസ്ഫർ റെഗുലേഷൻസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 2021. ഇതാണ് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്. നമ്മുടെ കയ്യിൽ ബാങ്കിൽ പൈസ ഉള്ളതുപോലെ നമ്മൾ പഠിക്കുന്നതിനനുസരിച്ച് നമ്മുടെ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റിൽ ആ ക്രെഡിറ്റ് വന്നുകൊണ്ടിരിക്കുക. അതുപോലെ എന്താണ് മൾട്ടിപ്പിൾ എൻട്രി, മൾട്ടിപ്പിൾ എക്സിറ്റ്, ഫ്ലെക്സിബിൾ അക്കാഡമിക് പാത്വേസ് ആണ്. അതായത് ഞാൻ ഒരു ക്യാമ്പസ് തന്നെ പോയിരുന്നു ഫുള്ള് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്നില്ല, ഒരു ക്യാമ്പസിൽ പോയി ശരിയായില്ല, അടുത്ത ക്യാമ്പസിൽ പോയി കളയാം. അതിനൊക്കെയുള്ള സാഹചര്യം 2020 NEP പ്രകാരം വന്നു. NEP പഠിക്കുമ്പോഴത്തെ ഈ സംഭവം എല്ലാം വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരും. ഇനി 2 അക്കാഡമിക് പ്രോഗ്രാം സൈമൾട്ടേനിയസ്ലി നോക്കൂ. UGC ഗൈഡ്ലൈൻസ് നോട്ടിഫൈഡ് ഇൻ ഏപ്രിൽ 2022. ഏപ്രിൽ 2022 2 അക്കാഡമിക് പ്രോഗ്രാംസ് ഒരുമിച്ച് ചെയ്യാമെന്നുള്ള ഒരു സാഹചര്യം വന്നു. അതുപോലെ ഇന്റർനാഷണൽ അക്കാഡമിക് കൊളാബറേഷൻ, അപ്പോൾ ട്വിന്നിങ് എന്ന് പറയും, അല്ലെങ്കിൽ ജോയിന്റ് ഡിഗ്രി അല്ലെങ്കിൽ ഡ്യുവൽ ഡിഗ്രി അറേഞ്ച്മെന്റ്സ്, ഒരേ സമയം തന്നെ അല്ലേ 2 ഡിഗ്രി അറേഞ്ച്മെന്റ്സ് ഒക്കെ ഒരുമിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം വന്നു. ഇതെല്ലാം ലേറ്റസ്റ്റ് ആയ ഡെവലപ്മെന്റ്സ് ആണ്. ഇതെല്ലാം വിശദമായിട്ട് അടുത്ത ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യും കേട്ടോ. ഇനി ആക്സസിബിലിറ്റി ഗൈഡ്ലൈൻസ് പറയുമ്പോഴത്തേക്ക് എന്താണ്, നമ്മുടെ ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ്. അതുപോലെ മൾട്ടി ഡിസിപ്ലിനറി ട്രാൻസ്ഫോർമേഷൻ, NEP 2020 പ്രകാരം എന്താണ്, നമുക്ക് റിസർച്ച് ഇൻറ്റൻസീവ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ്, അതുപോലെ ടീച്ചിങ് ഇൻറ്റൻസീവ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ്, അതുപോലെ ഡിഗ്രി അവാർഡിംഗ് കോളേജസ്, ഇത്തരത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻ, ഒരു മൾട്ടി ഡിസിപ്ലിനറി ട്രാൻസ്ഫോർമേഷൻ നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് NEP ഭാഗമായിട്ട് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യും. ഇനി NIRF, ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളാം. NAAC എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുകയാണ്, പക്ഷേ റാങ്കിങ് കൊടുക്കുന്നത് ആ ഒരു സ്ഥാപനം UGCയുടെ കീഴിൽ വരുന്നതല്ല കേട്ടോ. നോക്കൂ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക് എന്നാണ് പറയുന്നത് കേട്ടോ. 2015 വന്നത്. ഇതെന്താണ്, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, നമ്മുടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. നോട്ട് ക്രിയേറ്റഡ് സ്കീം അണ്ടർ ദ UGC ആക്ട്. UGC ആക്ടിന്റെ കീഴിൽ ക്രിയേറ്റ് ചെയ്ത സ്കീം അല്ല എന്ത് NIRF. ഇത് പരീക്ഷയിൽ കുഴപ്പിക്കാൻ ചോദിക്കുന്ന സാധനം. NIRF എന്താ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്താണ് UGC ആക്ടിന്റെ കീഴിൽ വന്നാണ് തെറ്റിദ്ധരിക്കും. അല്ല, ഇത് എന്താണ് നമ്മുടെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ കീഴിലാണ് വരുന്നത്. അപ്പോൾ റാങ്കിങ് കൊടുക്കുന്നതാണ് NIRF ആണ്. അക്രഡിറ്റേഷൻ കൊടുക്കുന്നതാണ് NAAC, അത് യൂണിവേഴ്സിറ്റി കീഴിൽ വരുന്ന സ്ഥാപനമാണ്. ഓക്കെ, ഇനി സ്ട്രൈഡ് ആൻഡ് ദീക്ഷാരംഭം, ഇത് 2 വാക്കുകൾ നമുക്ക് പലപ്പോഴും മാറിപ്പോകാൻ സാധ്യതയുള്ള വാക്കുകളാണ് ഈ 2 സംഭവം. അപ്പോൾ ഈ ദീക്ഷ എന്ന് പറയുമ്പോഴത്തേക്കും വിദ്യാഭ്യാസം അല്ലേ, ആരംഭം, തുടക്കം. അപ്പോൾ ആ പേര് തന്നെ ഉണ്ട്. സ്ട്രൈഡ് എന്ന് പറയുന്ന സംഭവം നമുക്കൊരു ഇൻഡക്ഷൻ പ്രോഗ്രാം എന്നുള്ള തോന്നാം, അല്ലെങ്കിൽ ദീക്ഷാരംഭം പോലെ ആദ്യം ഒരു കുട്ടി കിട്ടുന്ന പ്രോഗ്രാം തോന്നാം. അപ്പോൾ നോക്കാം എന്താ സ്ട്രൈഡ്, ട്രാൻസ് ഡിസിപ്ലിനറി റിസർച്ച് ഫോർ ഇന്ത്യാസ് ഡെവലപ്പിംഗ് എക്കോണമി. അപ്പോൾ എന്താണ്, ഇവിടെ ഒരു സപ്പോർട്ട് കൊടുക്കുകയാണ്. ആർക്ക്
എടാ ഒരു റിസർച്ചർക്ക് എന്തിനു വേണ്ടിയിട്ട് ഇന്ത്യയുടെ ഡെവലപ്പിംഗ് ഇക്കോണമിയെ സപ്പോർട്ട് ചെയ്യുന്ന ട്രാൻസ് ഡിസിപ്ലിനറി റിസർച്ചിന് മാത്രമേ ഈ സ്ട്രൈഡ് പ്രകാരം സപ്പോർട്ട് കൊടുക്കത്തുള്ളൂ. മനസ്സിലായോ? അപ്പോൾ എന്താണ് സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള ലോക്കലി നീഡ് ബേസ്ഡ് ആൻഡ് നാഷണലി സിഗ്നിഫിക്കന്റ് ട്രാൻസ് ഡിസിപ്ലിനറി റിസർച്ച് അല്ലേ? അതായത് നമുക്ക് ഒന്നുകിൽ നമുക്ക് ഒരു സ്ഥലത്തിന്റെ ഒരു പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള അല്ലാന്നുണ്ടെങ്കിൽ ദേശീയപരമായി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള അല്ലേ അത്തരത്തിലുള്ള റിസർച്ചുകൾ കൊടുക്കുന്ന സപ്പോർട്ടിന് പറയുന്ന പേരാണ് സ്ട്രൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും മറന്നു പോകരുത്. സ്ട്രൈഡ് എന്ന് പറയുമ്പോൾ ഒരിക്കലും സ്റ്റുഡൻറ് ഇൻഡക്ഷൻ പ്രോഗ്രാം അല്ല. അപ്പോൾ സ്റ്റുഡൻറ് ഇൻഡക്ഷൻ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ദീക്ഷാരംഭമാണ്. ഒരു കോളേജിൽ ഒരു ഇതിലോട്ട് എത്തുന്ന ഒരു പ്രോഗ്രാമിലേക്ക് എത്തുന്ന കുട്ടിക്ക് ആദ്യം കൊടുക്കുന്ന ഒരു സംഭവം ഒരു സപ്പോർട്ട് ഒരു ഇൻഡക്ഷൻ പ്രോഗ്രാമിനെ പറയുന്നത് ദീക്ഷാരംഭം എന്നാണ്. സ്ട്രൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ് ഡിസിപ്ലിനറി റിസർച്ച് ഫോർ ഇന്ത്യസ് ഡെവലപ്പിംഗ് ഇക്കോണമി അല്ലേ. പർപ്പസ് എന്ന് പറയുമ്പോൾ ഇതാണ് സോഷ്യലി. അപ്പോൾ നമ്മുടെ റിസർച്ചിനെ സപ്പോർട്ട് ചെയ്യുക, റിസർച്ചിന് കൂടുതൽ ഗ്രാൻഡ് കൊടുക്കലാണ്. എങ്ങനെയുള്ള റിസർച്ചിന്? അത് സോഷ്യലി റിലവൻ്റ് ആയിരിക്കണം, ലോക്കലി നീഡ് ബേസ്ഡ്, ഇന്ത്യക്ക് ഒരു ഗുണം ഉണ്ടാകുന്ന സാധനമായിരിക്കണം അല്ലേ. നാഷണലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ട്രാൻസ് ഡിസിപ്ലിനറി റിസർച്ചിന് കൊടുക്കുന്ന സപ്പോർട്ടാണ് സ്ട്രൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും. ഓക്കെ, ഇനി നമ്മൾ ബോഡീസ് ഓഫൺ കൺഫ്യൂസ്ഡ് വിത്ത് യു ജി സി ആയിട്ട് പലപ്പോഴും കൺഫ്യൂസ് ചെയ്യപ്പെടുന്ന ബോഡീസ് നോക്കെ. നാക്ക് എന്താ? നാക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നാക്ക് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ട് അല്ലേ, മിക്കവാറും കേട്ടിട്ടുണ്ട്. നാക്ക് വരുന്നു നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിലാണ്. 1994 സ്ഥാപിതമായി. ഇത് ബാംഗ്ലൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്നു. ഇതിൻ്റെ ആസ്ഥാനങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കേണ്ടത് ന്യൂഡൽഹി ഒന്നും പഠിക്കേണ്ട, ന്യൂഡൽഹി അല്ലാതെ വരുന്നത് പഠിക്കണം. നാക്ക് പഠിക്കണം, ചോദിക്കും. ബാംഗ്ലൂരു ആസ്ഥാനം ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ. ഇതിനൊരു ഓട്ടോണമസ് പദവി ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. എന്താണ്? UGCയുടെ കീഴിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ്, എന്നാൽ കൂടി ഇതിനൊരു ഓട്ടോണമസ് പദവി ഉണ്ട്. ഇതിൻ്റെ സ്ഥലം അവിടെ, അതിൻ്റെ ബേസ് ബാംഗ്ലൂരു ആണ്, ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി AICTE ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ 1945 AICTE നിലവിൽ വന്നത്. പക്ഷേ ഇതിന് സ്റ്റാറ്റ്യൂട്ടറി പദവി എപ്പോൾ കിട്ടി? 1987 കിട്ടുന്നത് കേട്ടോ. 1987 ന്യൂഡൽഹി ആസ്ഥാനം ടെക്നിക്കൽ എഡ്യൂക്കേഷനെ നിയന്ത്രിക്കുന്നു. ഇനി എന്താ? NCTE നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ. ഇതും 1993 വരുന്നു. സ്റ്റാറ്റ്യൂട്ടറി പദവി 1995 കേട്ടോ. ന്യൂഡൽഹി ബേസ്ഡിലാണ് ടീച്ചർ എഡ്യൂക്കേഷനെ ബന്ധപ്പെട്ടിരിക്കുന്നു. NBA നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ 1994 വരുന്നു അല്ലേ. പ്രോഗ്രാം അക്രഡിറ്റേഷൻ എസ്പെഷ്യലി ടെക്നിക്കൽ പ്രൊഫഷണൽ പ്രോഗ്രാംസിന്റെ അക്രഡിറ്റേഷന് വേണ്ടി വന്ന സംഭവമാണ് ഇത് NBA എന്ന് പറയുമ്പോഴത്തേക്കും. ഇതിൻ്റെ ഫുൾ ഫോം നിങ്ങൾ പഠിച്ചാൽ അത് ഇൻഫ്ലിമിനെറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇൻഫർമേഷൻ ആൻഡ് ലൈബ്രറി നെറ്റ്വർക്ക് സെന്റർ ആണ്. ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം. ഇതാണ് ഇതിന്റെ സ്ഥലം. ഇതിന്റെ സ്ഥലം എവിടെയാണ്? അല്ലെങ്കിൽ ഇതിന്റെ ആസ്ഥാനം ഗാന്ധിനഗർ, ഗുജറാത്തിലെ ഗാന്ധിനഗറാണ് ഇൻഫ്ലിമിനെറ്റിന്റെ ആസ്ഥാനം. ഇൻഫർമേഷൻ ലൈബ്രറി നെറ്റ്വർക്ക് സെന്റർ. ഓക്കെ, മറന്നുപോലെ അതിൻ്റെ വർഷമൊന്നും പഠിച്ചില്ലെങ്കിലും അതിൻ്റെ ആസ്ഥാനം കൃത്യമായിട്ട് നോക്കി വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ അടുത്തത് CEC കൺസോർഷ്യം ഫോർ എഡ്യൂക്കേഷണൽ കമ്മ്യൂണിക്കേഷൻ. ഇതിൻ്റെ ആസ്ഥാനം പഠിക്കേണ്ട ന്യൂഡൽഹിയാണ് അല്ലേ. അതുപോലെ എന്താണ്? എഡ്യൂക്കേഷണൽ മീഡിയ ഈ കണ്ടന്റാണ് അതുമായി ബന്ധപ്പെട്ട് വരുന്നത്. അതുപോലെ IUCAA ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ് പൂനെ ആസ്ഥാനമാണ്. IUCAയുടെ ആസ്ഥാനം പൂനെ. അത് ചോദിക്കും കേട്ടോ, അത് ചോദിക്കാൻ കൊള്ളാവുന്ന ക്വസ്റ്റ്യനാണ്. ഇനി NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ന്യൂഡൽഹിയാണ്, കുഴപ്പമൊന്നുമില്ല. UGC നെറ്റും അതുപോലെ CUT ഒക്കെ കണ്ടക്ട് ചെയ്യുന്നു അല്ലേ. ഇനി ഐഷെ ആൾ ഇന്ത്യ സർവേ ഓൺ ഹയർ എഡ്യൂക്കേഷൻ 2011 വന്നു. അതും നമുക്ക് ഈ പറഞ്ഞ ന്യൂഡൽഹിയാണ്. അതുകൊണ്ട് വേറെ അതിൻ്റെ ആസ്ഥാനം പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഈ ഫുൾ ഫോംസ് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇതിൻ്റെ എല്ലാം ആസ്ഥാനവും കൃത്യമായിട്ട് ഓർത്തിരിക്കുക.